മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗോവയിലെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം വരുന്നത് ബാൽക്കണിയിലോട്ടാണ്. നല്ല രസമാണ് ഇവിടെ നിന്ന് ചുമ്മാ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. തലേദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട്. ഞാൻ രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റു. വെക്കേഷൻ ടൈമിൽ എന്താ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിൽ വെള്ളം കുടിക്കുക എന്നത്. ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്ന സ്വഭാവമുണ്ട്. അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് പല ബുദ്ധിമുട്ടുകളും വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് 2 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കുന്നത്. അതായത് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒറ്റയിരുപ്പിന് കുടിക്കുന്നതല്ല കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് കുറേശ്ശെ കുടിച്ച് തീർക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ ഫുൾ ഡേ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് രാവിലെ വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും. കാരണം നമ്മൾ വെളിയിലത്തെ ഫുഡാണല്ലോ മൊത്തം കഴിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാവും. എന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് വെളിയിൽ പോകാൻ, ചുറ്റി നടക്കാം. നല്ലൊരു ഉന്മേഷമായിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വെള്ളം കുടിക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ആ ബോട്ടിൽ കുറേശ്ശെ കുടിക്കും. പോകുന്നതിനും എന്തായാലും എൻ്റെ 2 ലിറ്റർ വെള്ളം ഫുൾ ഞാൻ കാലിയാക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബാൽക്കണിയിലൊക്കെ പോയി രാവിലെ നല്ല മൂഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അതാണ് എൻ്റെ മെയിൻ പരിപാടി. ഡേ 2 ആണ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ റെഡി ആയിട്ട്, ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നു. രാവിലെ റെഡി ആയിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് നിന്ന് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈലും ഈ ഒരു ഡ്രസ്സൊക്കെ കാട്ടിത്തരാം. അപ്പം നമുക്ക് വെളിയിലോട്ട് പോവാം. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങുന്നത്, നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു പള്ളിയുണ്ട്. അപ്പം അവിടെ ഇതുവരെ കയറാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അവിടെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് ഇന്ന് തുടങ്ങാം. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം നമുക്ക് പോയാലോ. ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് പിറന്നാൾ പ്രമാണിച്ച് ഒരു പള്ളിയിലേക്കാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നതിന് അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അതായത് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്ന വഴിയിലാണ്. എപ്പോഴും നമ്മൾ പോവുകയും വരികയും ചെയ്യുമ്പോൾ ആ പള്ളി കാണും. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് നമുക്കൊന്നിവിടെ കയറണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഇതാണ് ആ പള്ളി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് കുറച്ച് അടുത്ത് തന്നെയാണ്. ഇത് അഞ്ജുന ആണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ ഒരു പള്ളി. ഈ പള്ളിയുടെ ആ ഒരു സൈഡിലാണ് അവിടെ റോഡുണ്ട്. ഇപ്പം കാണിക്കുക, അവിടെ റോഡും കുരിശുമുടി. ആ കാണുന്നതാണ് റോഡ്. ഇതാണ് കുരിശുമൂട്. ഇവിടെ ആണെങ്കിൽ ഈവനിങ് ടൈം നല്ല തിരക്കായിരിക്കും. മെഴുകുതിരിയൊക്കെ കത്തിക്കാനൊക്കെ കുറേ ആളുകൾ കാണും. അതുപോലെ ആ റോഡിൻ്റെ സൈഡിൽ കണ്ടോ ജീസസിൻ്റെ ഒരു വലിയ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോൾ ആ റോഡിൽ കൂടെ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ വിചാരിക്കും നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ പള്ളിയിലൊന്ന് കയറിയിട്ട് പോകണമെന്ന്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്. പിറന്നാളിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെ ആകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആർച്ചുന എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു കഫേയാണ്. ഇവിടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിറച്ചും മരങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ല ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഈ പണ്ടത്തെ അമ്മിക്കല്ലില്ലേ, അതൊക്കെ അവർ ഡെക്കോറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം.
ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ടേബിളിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഓർഡർ കൊടുത്തു. എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് ഒരു മാംഗോ സ്മൂത്തി ബൗളായിരുന്നു. അവിടുത്തെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ അതിനുശേഷം അച്ചു ഓർഡർ ചെയ്തത് ഒരു സ്മൂത്തി ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മാംഗോ സ്മൂത്തി ബൗൾ. അച്ചുവിൻ്റെ സ്മൂത്തി ഇവിടെ ഇതാ റെഡി ആയിട്ടിരിക്കുന്നു. ഭയങ്കര സിമ്പിൾ. എൻ്റെ കുറച്ച് കൂടുതൽ ഡെക്കറേഷനൊക്കെ ഉണ്ട്. അതിലവർ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ മാംഗോ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ കഴിച്ച് തേങ്ങ കുറച്ചെടുത്ത് വായിലിട്ടു. തേങ്ങ എനിക്ക് ഭയങ്കര ഒരുമാതിരി നമ്മൾ തേങ്ങ ചിരകിയൊക്കെ വെച്ച് കനച്ചു പോകത്തില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് തീരെ പറ്റാഞ്ഞിട്ട് ഞാൻ ആ തേങ്ങ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് കഴിച്ചു. അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കതെന്തോ ഭയങ്കര ഇതായിട്ട് തോന്നി. ഇത്രയും റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ആർക്കെങ്കിലും ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇത്രയും ഇങ്ങനെയാണോ കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്നാലും നല്ല റേറ്റിംഗ് ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. ആ തേങ്ങ വല്ലാത്തൊരു കനച്ച ടേസ്റ്റായിരുന്നു. അപ്പം ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കഴിച്ചതിൽ എനിക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ലായിരുന്നു. ആ തേങ്ങ മാറ്റിയപ്പം സംഭവം സോൾവായി. എന്നാലും എനിക്കെന്തോ എൻ്റെ മൂഡത്ര ശരിയായില്ല. പിന്നെ ഞാനത് മുഴുവൻ കഴിച്ചു, ഞാൻ വേസ്റ്റ് ആക്കിയില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വയറൊക്കെ നിറയും. പിന്നെ ഞാൻ അച്ചുവിൻ്റെയും കൂടെ ഒന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള പാരാ റോഡിലേക്കാണ്. അവിടെ ആണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പാർക്കിങ്ങിൽ നല്ല ഒരു വലിയ ആൽമരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള പാരാ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇതുപോലെയുള്ള സീനറീസൊക്കെ ഉണ്ട്. പിന്നെ രണ്ട് ചുറ്റിനും ഇതുപോലെ നിറച്ചും തെങ്ങാണ്. അതിൻ്റെ സൈഡിൽ നിൽക്കുന്നവരെ കണ്ടോ, എന്തോരം ആളുകളാണ് ഫോട്ടോസ് എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാൻ അത്രയ്ക്കും വലിയ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തൊട്ടാവാടിയല്ലേ ഇത്. അങ്ങനെ തൊട്ടാവാടീനെ മാനസികമായിട്ട് തളർത്തി. അതിനുശേഷം ഞാൻ കുറേ ഫോട്ടോസ് അവിടെ നിന്നെടുത്തു. ഇതാണെങ്കിൽ മെയിൻ റോഡാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ കുറേ ആളുകൾ വരുന്നുണ്ട്. സൂക്ഷിച്ച് നിന്ന് ഫോട്ടോസ് എടുക്കണം, കാരണം കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ ഗോവൻ നമ്മളെ ഇങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണോ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ വരേണ്ടവർക്ക് വരാം, അത്രയേ ഉള്ളൂ. എൻ്റെ അച്ചുവിൻ്റെ സ്നേഹ സമ്മാനം. പാരാ റോഡിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ ഇനി പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അധികം ഓട്ടം ചാട്ടം ഒന്നുമില്ല, റിലാക്സ് ആയിട്ട് നടക്കണം, അത്ര തന്നെ. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അച്ചുവാണ് ഏതൊരു സ്പോട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് ലഞ്ച് കഴിക്കാൻ പോകുന്ന ഫിഷർമാൻസ് വില്ലേജ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഗോവയിലെത്തിയിട്ട് ഗോവൻ താലി കഴിച്ചില്ല. അപ്പോൾ ഗോവയിലെത്തിയിട്ട് അതാണല്ലോ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ലഞ്ചും കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ഓടൊക്കെ പാവിയിട്ടുള്ള അടിപൊളി ഒരു മേൽക്കൂരയൊക്കെയാണ്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഒന്ന് പേടിച്ചു, കാരണം ഒറ്റയൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കഴിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവമേ പണി പാളിയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഓർഡർ കൊടുക്കാൻ നേരം അവർ പറഞ്ഞു അവർക്ക് ലൈവായിട്ട് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് തരാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫിഷാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാളാണെങ്കിൽ ഒരു ഫിഷിൻ്റെ മൊത്തം ബക്കറ്റ് തന്നെ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിരത്തി. ഇത് കണ്ടോ, വലിയൊരു ചെമ്പല്ലി, അതുപോലെ അയല, അങ്ങനെ എന്തൊക്കെയോ മീനുണ്ടായിരുന്നു. ഈ ഒരു വലിയ മീനിൻ്റെ റേറ്റ് ഞങ്ങൾ ചോദിച്ചപ്പം 1200 രൂപയാണ്
പറഞ്ഞത്. നമ്മൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ പറയുന്ന മസാലയിൽ അവർ ചെയ്ത് തരും. അതായത് ഇപ്പോൾ ഗ്രില്ലോ അല്ലെങ്കിൽ തവ ഫ്രൈ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെയ്ത് തരും. പിന്നെ ഞങ്ങൾ അയലേക്ക് ചോദിച്ചപ്പോൾ ഒരെണ്ണം 800 രൂപയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അയാളൊരു കൊച്ചു മീൻ എടുത്ത് കാണിച്ചു, 2 എണ്ണം. അതിന് 500 രൂപ 600 രൂപയും കണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് അത്ര ലാഭമല്ല, അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് താലി തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫൈനലി ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോൺസ് താലിയാണ് ഓർഡർ ചെയ്തത്. അച്ചു ആണെങ്കിൽ ഫിഷ് താലി. അങ്ങനെ അതിൽ ഞങ്ങൾ ഫൈനൽ എത്തി. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് പ്രോൺസ് ചില്ലി ആയിരുന്നു. എല്ലായിടത്തും ചിക്കൻ ചില്ലി ആണല്ലോ കഴിച്ചത്, ഇതൊന്നും നിങ്ങളത്ര മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഞങ്ങൾ പ്രോൺസ് ചില്ലി ഇവിടെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ ഒരു 10ൽ 8.5 മാർക്ക് കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ താലി നല്ല ടേസ്റ്റാണ്, ഇപ്പം വരും, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ താലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുവരേക്കും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു സ്റ്റാർട്ടർ ഫുൾ തീർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഏകദേശം തീർന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ താലി വന്നിട്ടുണ്ട്. അച്ചുവിൻ്റെ ഫിഷ് താലി, പിന്നെ എൻ്റെ ആണെങ്കിൽ പ്രോൺസ് താലി. ഈ ഒരു പ്രോൺസ് നോക്ക് എന്തൊരു വലിപ്പമാണെന്നറിയാം, നല്ല വലിപ്പമുള്ള, ചെറിയതൊന്നും തന്ന് പറ്റിച്ചിട്ടില്ല. അപ്പോൾ നല്ല വലിയതായിട്ടുള്ള 4 പ്രോൺസാണ് അവരിതിൽ താലിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അവരവിടെ ചോറ് നല്ല ക്വാണ്ടിറ്റിയിലാണ് ചോറ് വെച്ചിരിക്കുന്നത്, ഒരു മല പോലെ. പിന്നെ ഇത് പ്രോൺസിൻ്റെ ഒരു കറി, കക്കക്കറി, പിന്നെ നമ്മുടെ ഉണക്കമീൻ്റെ കൂട്ടുള്ള ഒരു തോരൻ, പിന്നെ പായസം, അച്ചാറ്, പിന്നെ ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇട്ടൊരു സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഞാൻ ഇവിടുന്ന് 250 റുപ്പീസ് ആണെന്ന് തോന്നുന്നു ഫിഷ് താലിയുടെ. ഇത് അച്ചുവിൻ്റെ അയലമീൻ വെച്ചിട്ടുള്ള ഒരു താലിയാണ്. ബാക്കി കറികളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിൽ ഒരു വെജിൻ്റെ എന്തെങ്കിലും ഒരു കറിയും കൂടെ കാണും. നമ്മളുടെ താലീസൊക്കെ ബാക്കി കറികളൊക്കെ സെയിം ആയിരിക്കും. നമ്മളുടെ ഫിഷും പ്രോൺസും മാത്രമാണ് നമ്മളുടെ ഡിമാൻഡിനനുസരിച്ച് അവർ തരുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ ചോറിൻ്റെ മലയെ ഒന്ന് തട്ടി ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് പ്രോൺസിൻ്റെ കറി ഒഴിച്ചു. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കുറച്ച് അച്ചാറ്, കുറച്ച് കക്ക, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ എല്ലാം കൂടെ ഇട്ട് കുഴച്ച് ഉരുട്ടി ഒരടി അങ്ങോട്ട് അടിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ വിഴുങ്ങുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ അടിപൊളി ടേസ്റ്റ് ആണെന്ന്. അപ്പം നിങ്ങൾ ഈ ഒരു അഞ്ജന സൈഡിലൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു താലി കിട്ടുകയും ചെയ്യും. 250-300 ഇടയ്ക്ക്. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുവഴി വരുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫിഷ് താലിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റ് 10ൽ ഒരു 9.5 മാർക്ക് കൊടുക്കുന്നുണ്ട്. 5 പോയിൻ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ മാർക്ക് കൊടുത്താൽ കണ്ണ് കിട്ടിയാലോ, അതുകൊണ്ട് ഞാൻ 5 പോയിൻ്റ് കട്ട് ചെയ്തു. ബാക്കിയെല്ലാം അടിപൊളിയാണ്. വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട് അച്ചോ?
കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഈ ഫുഡ് എന്തുമാത്രം ഇഷ്ടപ്പെട്ടെന്ന്. അപ്പം എല്ലാം ഞാൻ വടിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ എൻ്റെ സേമിയ പായസം കഴിക്കുകയാണ്. അച്ചു ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെയാണ്, ഫുൾ പ്ലേറ്റിൽ അവിടെ ഇവിടെയൊക്കെ വരുത്തും. പക്ഷേ എൻ്റെ പ്ലേറ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കും, പ്രത്യേകിച്ച് എനിക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചപ്പോറ ഫോർട്ടിലേക്കാണ് പോയത്. ഞങ്ങളവിടെ പോയിക്കൊണ്ടിരുന്നപ്പം ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പം ഞങ്ങളൊരു കടയിൽ കയറി നിന്നു. ഫേസ് ഒക്കെ ഒരുമാതിരി അപ്പൊ എന്റെ അവസ്ഥയോ? മഴ കുറേ നേരത്തേക്കില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് നിന്നു. ഇവിടെ നമ്മൾ കയറി പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കടകളുണ്ട്. നമുക്ക് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സും ചായയും ഒക്കെ ഇവിടെ കിട്ടും. അപ്പം അതുണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേക ഒരു കാര്യം പറയാം, നടക്കാൻ പറ്റും എന്നുള്ളവർ, അതായത് കയറ്റം കയറാൻ പറ്റും എന്നുള്ളവർ മാത്രമേ വരാവൂ. കാരണം നല്ല കയറ്റമാണ്, കുറേ പടികളൊക്കെ ഉണ്ട്. ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുട്ടികളെ കൊണ്ട് വരുന്നവർക്ക് അവരെ എടുത്തോണ്ട് കയറേണ്ടി വരും, കാരണം നമുക്ക് അത്രയ്ക്കും നടക്കാനുണ്ട്. അതും ഏറ്റമാണ് കയറാനുള്ളത്. ഇങ്ങനെ കയറി കയറി കുറേ മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഹിൽ ടോപ്പ് വ്യൂ ആണുള്ളത്. കയറ്റം കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ കഴിച്ച ഫിഷ് താലിയൊക്കെ എപ്പോഴേ ദഹിച്ചു. അപ്പം മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്. താഴെ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു കോട്ടയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഇതാണ് ചപ്പോറ ഫോർട്ട്. ഗോവയുടെ വടക്കൻ ഭാഗത്ത് അറബിക്കടലിൻ്റെ നീല നിറം ആകാശത്തോട് ചേർന്ന് കാണുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ ഒരു ചപ്പോറ ഫോർട്ട്. വാഗേട്ടർ ബീച്ചിന് സമീപം ഒരു ചെറിയ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഗോവയുടെ ചരിത്രവും പ്രകൃതിയുടെ സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള നല്ല ഒരു സ്പോട്ടാണ്. ചപ്പോറ കോട്ടയുടെ ചരിത്രം വളരെ പഴയതാണ്. പോർച്ചുഗീസുകാർ ഗോവയെ കൈവശപ്പെടുത്തിയ ശേഷം 1717 ഈ കോട്ട പുനർനിർമ്മിക്കപ്പെട്ടു. അന്ന് ഗോവയുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച ഈ കോട്ട ഇന്ന് നമുക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. കോട്ടയുടെ മുകളിൽ എത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കും. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റാണ്, നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. പിന്നെ സൂര്യാസ്തമയം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കുകയില്ല. നല്ല വെയിലുണ്ടെങ്കിൽ പോലും നല്ല കാറ്റാണ്. ചപ്പോറ ഫോർട്ടിനോട് വിട പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഇരുന്നു. നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല, കാരണം അത്രയ്ക്കും കാറ്റാണ്. കുറേ നേരം ഇരുന്നു. അപ്പം ഇനി നമ്മൾ ബാഗ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇന്നലെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല മഴ കാരണം. അപ്പം ഇന്ന് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഏകദേശം ഒരു 5:30 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ ബാഗ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീച്ച് സൈഡ് ഷാക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഓല മേഞ്ഞിട്ടുള്ള ഒരു കുടയുടെ താഴെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ കുറേ പേര് വന്നിരിപ്പുണ്ട്, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ പേര് വന്നിരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് അസ്തമയം
അസ്തമനം കാണാം, സൺസെറ്റ് അത് മതി, അത് വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ടൈമിംഗ് ലൈറ്റിങ്ങിൻ്റെ. ബാക്കിലെ ലൈറ്റ് കണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി കാറ്റ്. ചാർജ് ഇട്ടിട്ട് മൊബൈല് ഇത് ചാർജ് ചെയ്യാൻ പറ്റുമോ? ബാഗ ബീച്ചിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നൈറ്റാണ് കേട്ടോ. നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ഈ ബീച്ച് സൈഡ് ഷാക്സിലെല്ലായിടത്തും LED ലൈറ്റ്സൊക്കെ ഓണാക്കും. പിന്നെ സൺസെറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇവിടെ സൺസെറ്റൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറച്ച് ഇരുട്ടുമ്പോഴാണെങ്കിൽ അവിടെ പിന്നെ നമുക്ക് തിരമാല മാത്രമേ കേൾക്കാൻ പറ്റൂ. തിരമാലയുടെ സൗണ്ട് കേൾക്കാം, ലൈറ്റ്സ്, നല്ല ഫുഡ്, പിന്നെ ബിയറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിച്ച് കുറേ നേരം ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെയൊക്കെ നന്നായിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണ്. വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നൈറ്റ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഇന്ന് മഴ ഞങ്ങളെ വീണ്ടും ചതിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ മഴ പെയ്തു. ഞങ്ങളെല്ലാവരും കൂടെ ഓടി ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. പക്ഷെ ആ വ്യൂ എന്ത് രസമുണ്ടെന്ന് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ നീലാകാശം, ഈ കവികളൊക്കെ വർണ്ണിക്കത്തില്ലേ, നീലാകാശം എന്ന് പറഞ്ഞിട്ട് അതുമാതിരി ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുകയാണ്. 10-15 മിനിറ്റ് മഴ പെയ്തു. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവരിപ്പോൾ കണ്ടോ ടാർപ്പ് ഇട്ടത് മൊത്തത്തിൽ മറയ്ക്കും. അപ്പോൾ ഇതായിരുന്നു ബാഗ ബീച്ചിലെ ഞങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് വ്യൂ. അപ്പോൾ ഡിന്നർ ഞങ്ങൾ അവിടുന്ന് കഴിക്കാതെ ഞങ്ങൾ തിരിച്ചു വരികയാണ്. വരുന്ന വഴിക്ക് അച്ഛനൊരേ നിർബന്ധം, എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കേക്ക് വേണ്ട, അതൊക്കെ കഴിച്ച് തീർക്കണമെങ്കിൽ തന്നെ കുറേ ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കപ്പ് കേക്കോ പേസ്ട്രിയോ വല്ല വാങ്ങാമെന്ന്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഒരു കപ്പ് കേക്കൊക്കെ വാങ്ങിച്ച് എന്നും ഡിന്നർ കഴിക്കുന്ന സ്ഥലത്ത് നിന്നല്ലാതെ വേറൊരു ഹോട്ടൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ കയറിയതാണ്. ഇവിടുന്ന് ഞങ്ങൾ ആദ്യം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായില്ല. ഭാഗ്യത്തിന് ഞങ്ങൾ വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല. അതിൻ്റെ ആ ടേസ്റ്റ് കൊണ്ട് തന്നെ മതിയായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്നും കഴിക്കുന്ന ഞങ്ങളുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഫേവറേറ്റ് ബർത്ത്ഡേ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ ക്രാബിൻ്റെ കറിയാണ്, ഞണ്ട് കറി. ഓക്കെ, അപ്പോൾ ഗോവയിൽ വന്നിട്ട് ഞാൻ ഞണ്ട് കറി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ അമ്മ എൻ്റെ വായിൽ ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്വാണ്ടിറ്റി കണ്ടോ നിങ്ങൾ, എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. ഞങ്ങൾക്ക് 2 പേർക്കല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3-4 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഭയങ്കര റേറ്റ് ഒന്നും അല്ല കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. ഞങ്ങൾ ഇതിനു മുമ്പും ഡിന്നറൊക്കെ കഴിച്ചത്, കൂടുതലും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത് ഇവിടെ നിന്നാണ്. മോസ്റ്റ്ലി ഞങ്ങൾ ഡിന്നറാണ് ഇവിടുന്ന് കഴിക്കുന്നത്. നല്ല അടിപൊളി മാംസമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ വായിന്ന് വെള്ളം വരുന്നു. നമ്മുടെ ഈ സാധാ തേങ്ങ അരച്ച് വെക്കത്തില്ല, അതുമാതിരി ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബർത്ത്ഡേ ഡിന്നറും ഇവിടെ ഞാൻ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് കണ്ടാൽ അറിയാം, ഞാൻ മൊത്തം വടിച്ചു വെച്ചിട്ടുണ്ട്. ക്രാബ് ആയതുകൊണ്ട് തന്നെ
അത്ര ഭംഗിയായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് അലങ്കോലപ്പെടുത്തിയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വരുന്ന ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തോ ഒരു കൊത്തുപണികളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആനന്ദ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നാണ്. ഇത് അഞ്ചുനയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ല തിരക്കുള്ള, ഇപ്പം നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നല്ല തിരക്കാണ്. അതുപോലെ എനിക്ക് ഫുഡ് 3 ദിവസം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നും നല്ല നിലാവുള്ള രാത്രിയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭയങ്കര സിമ്പിളാക്കി വെച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡിയാണ്. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ ദിവസം ഞാൻ ഫുഡ് കഴിച്ചാണ് ആഘോഷിച്ചത്. സിമ്പിളായിട്ട് കറങ്ങാൻ പോയി, അത്രയൊക്കെ ഉള്ളൂ. ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ഈ ഒരു കുട്ടി കപ്പ് കേക്ക് നമുക്കല്ല എനിക്ക് കട്ട് ചെയ്യാം. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ഒരു ചെറിയ കപ്പ് കേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഗോവയിലെ 3ാമത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. മെയിനായിട്ട് ഫുഡ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ട താലി കഴിച്ചു. അതുപോലെ ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിന്നറിന് അത് കഴിച്ചു. അത്യാവശ്യം ചില്ലറ കറക്കമൊക്കെ കറങ്ങി റിലാക്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങളാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പ് കേക്കും പേസ്റ്റിയൊക്കെ അടിക്കുകയാണ്. അച്ചു ആണെങ്കിൽ നല്ല അടിപൊളി ഗ്രീൻ ടീ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഒരു ഹിന്ദി മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഉണ്ടെങ്കിൽ താഴെ എഴുതി കാണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ. पर कोच ने मुझे ये पोजीशन कोच तुझे कुएं में कूदने को कहेगा, कूद जाएगी। पर कोच ने मुझे ये